ഏതൊരു പ്ലാനിങ്ങിനും തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ ഇങ്ങനെ ഒരാൾ ബ്ലോക്ക് ചെയ്യോ, നാട്ടുകാർ കൂടി ഹർത്താലും ബന്ധം നടത്തുമോ എന്നുള്ളതല്ല. നിങ്ങൾ എടുക്കുന്ന ഏതൊരു പ്ലാനും പല തടസ്സങ്ങളും പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കടന്നുപോയിട്ട് മാത്രമേ ഒരു യഥാർത്ഥ പ്ലാനിങ് പ്രൊസീജിയറിലേക്ക് എത്തിച്ചേരുള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് കുറച്ച് എണ്ണം ഞാൻ പറയുന്നുണ്ട്, ഒരുപാടുണ്ട് പറയാൻ. പക്ഷെ അതിലൊരു ചിലതൊക്കെ നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിട്ടുപോയതോ അതിൽ ഇനി പറയാൻ പറ്റാത്തതോ ആയ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അൺക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നമ്മുടെ ലക്ഷ്യം, എൻഡ് ഇൻ മൈൻഡ് എന്താണെന്നുള്ളത് കൃത്യമല്ലാതെ വരുമ്പോൾ അത് പ്ലാൻ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തും. ഒരു 1000 രൂപയുടെ കച്ചവടം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കച്ചവടക്കാരന്റെ പ്ലാനിങ്ങും 10,000 രൂപയുടെ കച്ചവടം ചെയ്യണം, 10 മില്യൺ ചെയ്യണം എന്നുള്ള ആളുടെ ഒബ്ജക്റ്റീവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തടസ്സം ഉണ്ടാക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ ചില ഷോപ്പുകൾ ചില സമയങ്ങളിൽ അത് വളരെ ചെറിയ കച്ചവടം എക്സ്പെക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയും ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തതിലധികം കച്ചവടം വന്നിട്ട് അത് അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ പ്ലാനിങ് പോലും പൊളിഞ്ഞു പോയത്. കാരണം അവർക്ക് ക്യാഷ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ക്യാഷ് ദുരുപയോഗപ്പെട്ടു പോയത്. ചെന്നൈയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു എയർലൈൻ കമ്പനി അതിൻ്റെ പ്രോപ്പർ പ്രൊസീജിയർ പ്രകാരം പ്ലാനിങ് ചെയ്യാത്തതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ കമ്പനി ഓണർ റെഗുലറായിട്ട് അതിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ട് ക്യാഷ് റിലീസ് ചെയ്യും. ഇപ്പോഴൊന്നുമില്ല, ഒരു 20 വർഷം മുമ്പുള്ള ഒരു എയർലൈനാണ്, പൊട്ടിപ്പോയ എയർലൈനാണ്. സ്റ്റോറിയിലേക്കും ആ എയർലൈൻ്റെ പേരൊന്നും പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു HR സീനിയർ ഓഫീസർ ഞാനുമായിട്ട് ഒരുമിച്ച് ഒരു കോർപ്പറേറ്റ് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം വേറെ ഒരു കമ്പനിയുടെ എയർലൈൻ്റെ നാഷണൽ റിക്രൂട്ടറായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വലിയൊരു സ്റ്റോറിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു പ്രോപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനിനെ തകർത്ത് കളഞ്ഞത് ഓണേഴ്സിൻ്റെ തന്നെ മോശമായ ഇടപെടലുകൾ. അപ്പോൾ അതൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് വന്നു. ഫണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഈ ഒബ്ജക്റ്റീവ് ഇഷ്യൂസിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വന്നാൽ അത് എന്ത് ചെയ്യണം എന്നുള്ളതും നമുക്ക് പ്ലാനിലുണ്ടാവണം. കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളതും പ്ലാനിലുണ്ടാവണം സൈഡായിട്ട്. അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇതിലപ്പുറത്തേക്കൊരു ഒരു പ്രതീക്ഷ ഇല്ലാതെ തുടങ്ങും. എപ്പോഴും പ്രതീക്ഷയാണ് ഏറ്റവും നല്ലത്. പ്രതീക്ഷ പ്ലാനിങ്ങിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഏതൊരു പ്ലാനിങ്ങിലും പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത് കൂടിയിട്ടായാലും കുറഞ്ഞിട്ടായാലും അമിത പ്രതീക്ഷയുള്ള ആൾക്കാരെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അവർ മാനസികമായിട്ട് തകർന്നു പോകും. രണ്ട് രൂപത്തിലും അവിടെ ഒരു പ്രോസ് ആൻഡ് കോൺസ് കൂടിയും കുറഞ്ഞും ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അലൈൻമെന്റ്, ഒരു സെപ്പറേറ്റ് ഏരിയ നമുക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പ്ലാൻ ഉണ്ടാക്കുന്നത്, ഒരു വീട്ടിലൊരു പ്ലാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ഉണ്ടാക്കുന്നതല്ലേ പറഞ്ഞു, വീട്ടിനകത്ത് തന്നെ ഒരു പ്ലാൻ, ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടി ഉണ്ടാക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി ഉണ്ടാക്കുന്ന ഒരു യൂണിയൻ പ്ലാൻ ഉണ്ടാക്കുന്നെങ്കിൽ ആ പ്ലാനിനകത്ത് ആ പ്ലാൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു അലൈൻമെന്റ് നിർബന്ധം. ആ ആളുകളുടെ അലൈൻമെന്റ് നിർബന്ധമാണ്. ആ അലൈൻമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാൻ അവർ തുരങ്കം വെച്ച് കളയും. പെരിച്ചാഴി ഓട്ടാക്കിയ പോലെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് പോയിട്ട് ഹോള് വീഴും, കാര്യങ്ങൾ കംപ്ലീറ്റ് ചോർന്നു പോകും, തകർന്നു പോകും, നമ്മളുടെ ഫ്രൂട്ട് കേട് വരുത്തി കളയും. അപ്പോൾ അത് ഇവർ തന്നെ ആയിരിക്കും ഇതിനകത്തുണ്ടാവും. അപ്പോൾ അലൈൻമെന്റ് ഇല്ലാതെ അത് ശരി, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള ചിന്ത കൊണ്ട്, ബ്രിഡ്ജ് കൊണ്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ അലൈൻഡ് അല്ലാത്ത ഒരു പ്ലാനിൽ പാർട്ടല്ലാതിരിക്കും ചില ആൾക്കാർ. അത് നിങ്ങൾക്ക് തോന്നിയതല്ലേ, നിങ്ങൾ അങ്ങനെ നടത്തിക്കുക, എനിക്ക് അതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം ആ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നൃത്തം പോലും നമ്മളുടെ പ്ലാനിനെ തകരാറാക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള പ്രതിബന്ധമാണ്. അപ്പം അത് അലൈൻഡ് ആവുക എന്നുള്ളത്, അലൈൻഡ് ആക്കുക എന്നുള്ളത് പ്ലാന്റെ സോഴ്സ് ആരാണോ അവർ ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫർമേഷൻ ഇല്ലാത്തത്. വേണ്ടത്ര ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു പ്ലാനിങ്. വേണ്ടത്ര ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച, നമ്മൾ മനസ്സിലാക്കിയ, നമ്മുടെ ഒരു ഫ്രണ്ട് എപ്പോഴോ പറഞ്ഞു കേട്ട ഒരു അറിവും വെച്ചിട്ട്, ഒരു ഇൻഫർമേഷനും വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്ലാനിങ്. ആ പ്ലാനിങ്ങിന് അപ്പുറത്തേക്ക് പ്ലാനിങ് ഉണ്ടാവുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ പ്ലാനിങ്ങിന് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നുണ്ടോ അല്ല എന്നുള്ളത്. അങ്ങനെ എടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ തകർന്നു പോകും. അത് നിർബന്ധമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അല്ലൈൻ അബുദാബി ബേസ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് കമ്പനി ഞാനുമായിട്ടുള്ള എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ അവേഴ്സ് ഓഫ് മീറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. ഒരു ആസ് എ ബിസിനസ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ അവരവരുടെ അവസാന ഘട്ടത്തിലാണ് അവർ നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ അവർക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ച് തന്നെ ഇൻഫോർമേഷൻ ഇല്ല. അവർക്ക് സീറോ അവയർനെസ്, സീറോ ഇൻഫോർമേഷൻ, സീറോ നോളജ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ആവറേജ് ഗോളിൽ നിന്ന് വലിയ ടേൺ ഓവർ ഉണ്ടായി എന്ത് ചെയ്യണമെന്നറിയാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് കേട്ട് ചെയ്തിട്ട് മൊത്തത്തിലില്ലാതായി പോയ ഒരവസ്ഥയാണ് അവരുടെ അടുത്തുണ്ടായത്. അപ്പോൾ അത് ഈ ഇൻഫർമേഷൻ ബേസ്ഡ് ആയി, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു വലിയ മറ്റൊരു ചാലഞ്ചാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. മാനസികമായിട്ടുള്ള പ്രശ്നം എന്നാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. മാറാൻ തയ്യാറാവാതെ, മാറാൻ പറ്റാത്ത രൂപത്തിൽ പിടിച്ച് മാറ്റത്തിനെ ചവിട്ടി പിടിച്ച്, മാറ്റത്തിനെ തള്ളിപ്പിടിച്ച് മാറുന്നതിനെ തടഞ്ഞു നിർത്തി ചിന്തിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം തുടർച്ചയായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് 15, 25, 30 ഒക്കെ വർഷമായിട്ടുള്ള മുതിർന്ന സീനിയോറിറ്റി, വയസ്സുകൊണ്ട് മുതിർന്ന എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തി ഇല്ലെങ്കിൽ പോലും അവിടെ വർക്ക് ചെയ്ത് സീനിയോറിറ്റി ഉള്ള ആളുകളുണ്ട്. അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർ ചേഞ്ചിന് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിന് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ അന്ന കാലത്ത് ഇങ്ങനെ ചെയ്തതാണല്ലോ, ഇന്നിപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ട അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് പുതിയ നടപടിക്രമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഇവരതിനെ എതിർക്കും. അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിക്കാൻ മാത്രം പണിയെടുക്കും. എന്തെങ്കിലും പുതിയൊരു നടപടി കൊണ്ടുവന്നതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവരായിട്ട് സമ്മതിക്കൂല, ഇവരായിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഇവർ വലിയ റോഡ് ബ്ലോക്സ് ആയിട്ട് നിലനിൽക്കും. ഇതൊക്കെ ആ സ്ഥാപനത്തിന്റെ ഒരു 15, 20, 30, 40 വർഷം പ്രായമുള്ളൊരു വലിയ സ്ഥാപനം ഒരു എവിടെയോ എത്തിച്ചേരേണ്ടതിനെ ഒരു 50 വർഷം പുറകോട്ട് എന്നുള്ള രൂപത്തിലേക്ക് പുറകോട്ട് കൊണ്ടുപോകാൻ ഇവരുടെയൊക്കെ ഈ റെസിസ്റ്റിംഗ്, ചേഞ്ച് ചെയ്യാനുള്ള ഇതിൽ നിന്ന് തടസ്സം ഉണ്ടാകുന്ന ഈ റെസിസ്റ്റിംഗ് സഹായിച്ചു എന്നുള്ളതാണ്. അതൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. അങ്ങനെ ഒരുപാട് കമ്പനികളിലും ഒരുപാട് വീടുകളിലും അങ്ങനത്തെ ആളുകളുണ്ട്. മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തി കാലത്തിനനുസരിച്ച് കോലം കെട്ടണമെന്ന് ചില ആൾക്കാർ പറയും. അങ്ങനെയല്ല, അതത് കാലത്തെ ഇൻഫോർമേഷൻസ് നമ്മൾ ഗെയിൻ ചെയ്യണം. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ കാലത്തിനനുസരിച്ച് തന്നെ നമ്മൾ കോലം കെട്ടുന്നത് എന്നുള്ള അത് റോങ് ആയിട്ടുള്ള തൊട്ടാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ കോലം കെട്ടുക എന്നുള്ള രൂപത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അതത് കാലഘട്ടങ്ങളിലെ പുതിയ ഇൻഫർമേഷൻസും പുതിയ ടെക്നോളജിയും പുതിയ ഐഡിയയും പുതിയ മൂവ്മെന്റും പുതിയ സ്പീഡും അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ അത് അവരുടെ തന്നെ ഭാവിക്ക് വലിയ ദോഷം ചെയ്യുന്ന അവർക്ക് അറിയാതെ പോവാം. അങ്ങനത്തെ കുറേ ആളുകൾ അങ്ങനെ സഹതാപം തോന്നുന്ന അങ്ങനത്തെ കുറേ പാവപ്പെട്ടവരെ കാണേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അതിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ്, അപ്പോൾ അത് തന്നെ മതിയോ എന്നുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് പല എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ അവരോട് പറഞ്ഞു കൊടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിലേക്കുള്ള ഇന്ന ബ്രാഞ്ച് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആണെങ്കിൽ നിങ്ങൾ മെക്കട്രോണിക്സിലേക്ക് കൂടെ പോയാൽ മതി. ഇനി മെക്കാനിക്കലിന് അതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് തരാൻ കുറവായിരിക്കും, മെക്കട്രോണിക്സിന് അത് രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇത് മെക്കാനിക്കൽ മതി എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ഒരാളെ ചേഞ്ച് ചെയ്യാൻ ആ ഇൻഫോർമേഷൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറുക എന്നുള്ളത്, ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ആ പോകുന്ന രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും ആവശ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചുകൾ എവിടെ ആവശ്യമുണ്ടോ അവിടത്തേക്ക് മാറാൻ തയ്യാറാവണം. അല്ലാത്ത ആളുകളാണ് കൂടെ ഉള്ളതെങ്കിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട. വലിയ വലിയ പ്ലാനുകൾ ചെയ്യാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കണ്ട. ഇനി വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായ പ്ലാനുകളൊക്കെ ഇവർ തുരപ്പനെ പോലെ പെരിച്ചാഴിയെ പോലെ എന്താ പറയുക, അബദ്ധത്തിൽ വഴിമുടക്കിയായി നിൽക്കുന്ന മലയിൽ നിന്ന് വീണ പോലെ, മാറ്റാൻ പറ്റാത്ത കല്ല് പോലെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും നേരിട്ടതാണ്.
ഒക്കെ ലൈഫ് ലേണിംഗ് ലെസൺസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ പലരും, എന്നിട്ട് അങ്ങനെ ചെയ്തവരോട് ദേഷ്യവും വെറുപ്പും വിദ്വേഷവും ഭാഗ്യം തോന്നണ്ട, ഒരു അത്യാവശ്യമില്ല. കാരണം അത് അവരുടെ പോരായ്മയാണ്, അവരുടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റായ്മയാണ്. അതിനനുസരിച്ചുള്ള മാറി ചിന്തിക്കാവുന്ന എത്രയോ ഓപ്ഷൻസുകളുണ്ട്. സോ അങ്ങനെ ഓപ്ഷനുകളിലൂടെ പുറകിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ ലെറ്റ് us ഫൈൻഡ് ബ്യൂട്ടിഫുൾ പ്ലാനിങ്സ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് സംസാരിക്കാം. Wishing you all the very best and have a great day. God bless. Thank you so much. I love you all.